ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ സാധാരണയായിട്ട് അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നതിൽ നിന്നും ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ പൊടിച്ചെടുത്ത പൊടിയാണ് ഇത് കാണുന്നത്. ഇത് നമ്മുടെ സാധാരണ അരിപ്പൊടി പോലെ തന്നെയാണ് നമുക്കിപ്പം തോന്നുന്നത്. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് അരിപ്പുട്ട് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് വേണം നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിനെ കിട്ടുന്നത്. അപ്പോൾ കട്ടയായിട്ടൊക്കെ ഇരിക്കുകയാണ്, ഒരുപാട് വെള്ളം കൂടരുത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്നും കൂടെ ഇട്ട് നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കും. അങ്ങനെ പൊടിച്ചെടുത്ത പൊടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കാൻ രണ്ടും വ്യത്യാസം. ഇത് നമ്മൾ രണ്ടാമത് പൊടിക്കുന്നതിന് മുമ്പുള്ളതാണ്. അതിനുശേഷം പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് ദാണ്ട് ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതേപോലെ നമുക്ക് ഇതിനെ നമ്മുടെ കുറ്റിക്കകത്തേക്ക് ഇട്ട് നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറ്റിയിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം വേണ്ട നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്നതിന് ശേഷം 1-2 മിനിറ്റും കൂടെ നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം, കടലക്കറി എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ഇവിടെ ഞാൻ പഴവും ചായയുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ. സോ വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.